ഹായ്, എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കൻ്റെ ഒരു അടിപൊളി ഗ്രേവിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിലേക്ക് മാരിനേഷൻ ആവശ്യമായിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 3 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു വലിയ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ട് ചെറുതായി ഒന്ന് ചതച്ചെടുക്കാം. ഇതിവിടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 600 ഗ്രാം ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്നും 1.5 സ്പൂൺ മസാല ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ശേഷം ഇത് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് ചിക്കനിലേക്കെല്ലാം നന്നായിട്ട് മസാലയെല്ലാം പിടിക്കും. അപ്പൊ നേരത്തെ നമ്മുടെ മസാലക്കൂട്ടിന്റെ ബാക്കിയിലേക്ക് ഞാനിവിടെ 10 ഉള്ളിയും കൂടെ അരിഞ്ഞിടുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വരാം. ഇനി ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സവോളയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഈ സവോള ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ കളർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ എടുക്കണം. അബദ്ധവശാൽ എങ്ങാനും ഈ സവോള കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചേർക്കണ്ട, കറിയുടെ ടേസ്റ്റേ അങ്ങ് മാറിപ്പോകും. അപ്പൊ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ആ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ടെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിന്റെ പച്ചമണം മാറുന്നിടം വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതാ എണ്ണ കിടന്ന് മൂക്കുമുണ്ടല്ലോ, ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാട്ടോ. ഇതിലേക്ക് ഞാനൊരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള തക്കാളി ആണെങ്കിൽ 1 തക്കാളി ചേർത്താൽ മതിയാവും. എൻ്റെ കയ്യിൽ പുളിയില്ലാത്ത തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 2 തക്കാളി ചേർക്കുന്നത്. തക്കാളി നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പൊ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കണ്ടോ, നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പൊ എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവ് നിങ്ങൾ നോക്കിയിട്ട് വേണം. പച്ചമുളകും കുരുമുളകും ഒക്കെ ഓൾറെഡി ചേർത്തതാണ്. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ചിക്കൻ കുറച്ച് ചാറോട് കൂടിയേ വേണ്ടതെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണേ. ഇടയ്ക്ക് തുറന്നു നോക്കുന്ന സമയത്ത് വെന്തൊന്നും കൂടെ ഒന്ന് നോക്കണേ. വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും മൂടി വെച്ച് വേവിക്കുക. ഇപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ഗ്രേവിയോട് കൂടി തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഫ്രൈഡ് ഓനിയനും കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ പെപ്പർ ഗ്രേവി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.